സ്പിരിച്വാലിറ്റിയുടെ നിന്ന മറ്റൊരു ഭാഗമുണ്ട്. അത് ഞാൻ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിഷയമായി തന്നെ പറയാം. യേശുവുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ഒന്ന്, ആമേൻ, ഹ്യൂമിലിയേഷൻ ബിക്കോസ് ഓഫ് ദ സ്പിരിച്വാലിറ്റി. ആമേൻ, ആത്മീയത മുഖാന്തരമുള്ള നിന്ന. രണ്ടാമത്തെ നിന്ന എന്ന് നാം പഠിക്കുമ്പോൾ, ആമേൻ, ശത്രു പ്രബലപ്പെടുമ്പോഴുള്ള നിന്ന. ശത്രു പ്രബലപ്പെടുമ്പോഴുള്ള നിന്ന. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ, ഫെലിസ്ത്യരും ഇസ്രായേലിലും തമ്മിൽ ഏലാത്താഴ്വരയിൽ ഏറ്റുമുട്ടുകയാണ്. ഫെലിസ്ത്യരും ഇസ്രായേലിലും തമ്മിൽ ഏലാത്താഴ്വരയിൽ ഏറ്റുമുട്ടുമ്പോൾ ഫെലിസ്ത്യരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അവിടെ വന്ന് നിൽക്കുകയാണ്. ആ മനുഷ്യനെ നമുക്കറിയാം, ഗത്തിനായ ഗോലിയാത്ത്. ആ ഗത്തിനായ ഗോലിയാത്തിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ 6 മുഴവും 1 ചാൺ നെടുപ്പവും ഉള്ളവനായിരുന്നു. 6 മുഴവും 1 ചാൺ നെടുപ്പവുമുള്ള മനുഷ്യൻ. ഏതാ 1 ശമൂവേൽ 17-ാം അധ്യായം 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ 6 മുഴം വലിപ്പവും 6 മുഴവും 1 ചാണും നെടുപ്പവും ഉള്ളവനായിരുന്നു. ഈ അമേൻ 6 മുഴമെന്ന് പറയുമ്പോൾ 6 അടിയെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. 6 ക്യൂബിറ്റ്സ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 അടിയിൽ കൂടുതൽ ഉയരമുള്ള ഒരു ഭീമാകാരനായ മനുഷ്യൻ. ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആ മനുഷ്യൻ അമേൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇനിയും 5-ാം വാക്യം, അവൻ തലയിൽ ഒരു താമ്ര ശിരസ്ത്രമുണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചം ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള വേലുമുണ്ടായിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പ് തടി പോലെ ആയിരുന്നു. കുന്തത്തിൻ്റെ അലക് 600 ശേക്കൽ ഇരുമ്പായിരുന്നു. ഒരു പരിചക്കാരൻ അവൻ്റെ മുൻപേ നടന്നു. ആമേൻ. താമ്രം കൊണ്ട് പൊതിഞ്ഞ ഒരു മനുഷ്യൻ, ഏതാണ്ട് ഒരു തെങ്ങിൻ്റെ അത്ര ഉയരമുള്ള ഒരു ഭീമാകാരനായ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ കയ്യിൽ ഭയങ്കരമായ ഒരു കുന്തമുണ്ട്. അവൻ്റെ അരയിൽ വലിയ വാള് കെട്ടിയിട്ടുണ്ട്. അവൻ്റെ പരിച, ആമേൻ, കുന്തവും പരിചയും കൂടെ അവന് പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ്റെ പരിച പിടിക്കാൻ മാത്രമായിട്ട് ഒരുത്തൻ വേറെയുണ്ട്. അങ്ങനെ നടക്കുകയാണ്. പക്ഷെ അവൻ ഇസ്രായേലിനെ ആക്രമിച്ചത് എങ്ങനെയാണെന്നറിയാമോ? കുന്തം കൊണ്ടല്ല, വാളുകൊണ്ടല്ല. അവൻ 40 ദിനങ്ങൾ ഇസ്രായേലിനെ മുൾമുനയിൽ നിർത്തി. അവൻ്റെ കയ്യിലുള്ള ഇരുമ്പായുധം കൊണ്ടല്ല, അവൻ്റെ കയ്യിലുള്ള താമ്ര ശക്തി കൊണ്ടല്ല, പകരം അവൻ്റെ പടപ്പ് തടി കൊണ്ടോ അവൻ്റെ മസിൽ പവർ കൊണ്ടോ എല്ലിൻ്റെ നീളം കൊണ്ടോ അല്ല. 40 ദിവസം അവൻ ഇസ്രായേലിനെ മുൾമുനയിൽ നിർത്തിയത്. 40 ദിവസം ഏലാത്താഴ്വരയിൽ ഇരുമ്പായുധങ്ങൾ ചലിച്ചില്ല. 40 ദിവസം ഏലാത്താഴ്വരയിൽ താമ്ര കവചകങ്ങളിൽ ഒരു അമ്പോ പോലും കൊണ്ടില്ല. ഒരു ഇരുമ്പിൻ്റെ കുന്തം പോലോ 40 ദിനങ്ങൾ ഏലാത്താഴ്വരയിൽ ചലിച്ചില്ല. പക്ഷെ 40 ദിനങ്ങൾ അതിനകത്ത് ചലിച്ചത് എന്തുമാത്രമായിരുന്നു അറിയാമോ? ഏലാത്താഴ്വരയെ പ്രകമ്പനം കൊള്ളിച്ചത്, ഇസ്രായേലിനെ അധൈര്യപ്പെടുത്തിയത്, ഇസ്രായേലിന്റെ രാജാവിനെ നിശ്ചലനാക്കി തീർത്തത് ഒരു ഇരുമ്പിന്റെയോ താമ്രത്തിന്റെയോ ആയുധമായിരുന്നില്ല. എല്ലില്ലാത്ത ഒരു നാക്കായിരുന്നു, ഒരു പരിഹാസത്തിന്റെ നാക്കായിരുന്നു. ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയണ, അവന്റെ കയ്യിലുള്ള പടപ്പ് തടിയുള്ള കുന്തത്തെക്കാട്ടിലും വേലിനെക്കാട്ടിലും വാളിനെക്കാട്ടിലും അവൻ ഉപയോഗിച്ചത് അവന്റെ നാവായിരുന്നു. ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയണ, പിശാച് എത്രമാത്രം നാവുകൊണ്ട് നിനക്കെതിരെ കളിക്കുമെന്ന്. ഈ മല്ലനായ മനുഷ്യന്റെ കയ്യിൽ ശേക്കല് കണക്കിന് തൂക്കമുള്ള ഇരുമ്പിന്റെ കുന്തമുണ്ടായിട്ട്, വേലുണ്ടായിട്ടും പടപ്പ് തടി ഉണ്ടായിട്ട്, വാളുണ്ടായിട്ടും പരിചയുണ്ടായിട്ട് അവൻ യുദ്ധം ചെയ്തത് എന്തുകൊണ്ടാണ്? അവന്റെ നാവ് കൊണ്ടാണ് അവൻ യുദ്ധം ചെയ്തത്. ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയണ, എനിക്കും നിങ്ങൾക്കുമെതിരെ ശത്രു ഇരുമ്പ് കൊണ്ടും താമ്രം കൊണ്ടുമല്ല യുദ്ധം ചെയ്യുന്നത്. എല്ലില്ലാത്ത നാക്കുകൊണ്ട് വേണ്ടാധീനം വിളിച്ചു പറഞ്ഞ് നിന്നയുടെ പരിഹാസത്തിന്റെ വാക്കുകൾ കൊണ്ടാണ് 40 ദിനരാത്രങ്ങൾ ഇസ്രായേലിന്റെ പടയാളികളെ ചലിപ്പിക്കാതെ നിർത്തിയത്, ഇസ്രായേലിന്റെ സൈന്യത്തെ നിശ്ചലമാക്കിയത്, ഇസ്രായേലിന്റെ രാജാവിനെ ഒതുക്കി നിർത്തിയത്. അവന്റെ 6 അടി ഉയരമായി, അവന്റെ 6 മുഴം ഉയരമായിരുന്നില്ല, പകരമോ
അവന്റെ എല്ലില്ലാത്ത ചെറിയ നാവായിരുന്നു. ഇന്ന് പകൽ ദൈവജനമേ, നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന നാവുകളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിച്ച് കയറി വരട്ടെ. ജലം ജനം പ്രവാചലം, അർദ്ധനം പ്രവാചലം, രാൽജന പ്രവക്കട്ടാനിയ രാൽഷ പ്രൗഢബാനി. ഫെലിസ്ത്യന്റെ ഇരുമ്പിനെ കാട്ടിലും, ഫെലിസ്ത്യന്റെ താമ്രത്തെ കാട്ടിലും, ഫെലിസ്ത്യന്റെ വലിയ പവർ എന്ന് പറയുന്നത് അവന്റെ നാവിനകത്താണ്. ഇന്ന് പകൽ നിനക്കെതിരെ ഉയരുന്ന നിന്ദയുടെ നാവുകളുടെ പിമ്പിൽ ഒരു സ്പിരിറ്റ് അതോറിറ്റി ഉണ്ട്. പക്ഷേ ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ അഭിഷേകമുള്ളവൻ അതിനെ വെട്ടിക്കളയട്ടെ. പ്രവാദിയ ജീസസ്, ജീസസ്. ഓ, കണ്ടോ? ഒരു അവന്റെ നാവാണ് രണ്ട് സൈന്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അവന്റെ നാവാണ് ഇസ്രായേലിന്റെ രാജാവിന് ബലക്ഷയം വരുത്തിയത്. ദാവീദ് കടന്നു വന്നപ്പോൾ ദാവീദ് ചോദിക്കുകയാണ്, ഇസ്രായേലിന്റെ ദൈവത്തെ, ഇവനെ കൊന്നാൽ ഇസ്രായേലിന്റെ നിന്ന മാറും. എന്നിട്ട് അടുത്തതായിട്ട് ചോദിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ഇവൻ ആരെന്ന് ചോദിക്കുകയാണ്. കണ്ടോ, ശത്രു നിന്ദിക്കാൻ വായ് തുറക്കും സഹോദരങ്ങളെ. ശത്രു നിന്ദയുടെ ബലവുമായി കയറി വരും. പക്ഷേ ദൈവജനം ആ നിന്ദയുടെ മുമ്പിൽ പതറിപ്പോകരുത്. ആമേൻ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും യുദ്ധമാണ്. സെൻഹരീബിന്റെ, അശൂർ രാജാവായ സെൻഹരീബിന്റെ ദൂതനായിരിക്കുന്ന റബ്ഷാക്കെ കടന്നു വന്ന് ഇസ്രായേലിന്റെ അതിരിങ്കൽ നിന്ന് അലറുകയാണ്. ആമേൻ. അവൻ ഈ രാജാവ് പറയുമ്പോൾ ഈ രാജാവിന് എണ്ണമറ്റതായിട്ടുള്ള കുതിരകളും രഥങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കുറച്ച് കുതിരകളെ തരാം, നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ എന്ന് പറയുകയാണ്. ആമേൻ. 18-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ആകട്ടെ എൻ്റെ യജമാനനായ അശൂർ രാജാവുമായി വാതുകെട്ടുക, നിനക്ക് കുതിരച്ചേവകരെ കയറ്റുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് 2000 കുതിരയെ തരാം. കണ്ടോ, 2000 കുതിരയെ ഇസ്രായേലിന് അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യാമെന്ന് പറയുന്ന മനുഷ്യൻ. എന്നാൽ പിന്നെ നിനക്ക് വന്ന് ഈ 2000 കുതിരയെ ഇസ്രായേലിന് കൊടുക്കാതെ നിനക്ക് ആ 2000 കുതിരയും കൊണ്ട് വന്ന് ഇസ്രായേലിനെ അങ്ങ് തോപ്പിച്ചിട്ട് പോയാൽ പോരായോ? ഇല്ല, 2000 കുതിര വെറുതെ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇവന്റെ കയ്യിൽ 10,000 കുതിരയും രഥങ്ങളും കിടപ്പുണ്ട്. അതിൽ കയറാനുള്ള കുതിരച്ചേവകരും അവന്റെ കയ്യിൽ കിടപ്പുണ്ട്. എന്നാൽ 10,000 കുതിരകളെ പൂട്ടി തന്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സെൻഹരീബ് എന്ന അശൂർ രാജാവ് തന്റെ ദൂതനായ റബ്ഷാക്കെ വിട്ടിട്ട് പറയുക, ഇസ്രായേലിന് നേരെ കുതിര കൊണ്ട് യുദ്ധം ചെയ്യുന്നതിനെക്കാട്ടിലും, രഥങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നതിനെക്കാട്ടിലും, വാളുകൊണ്ടും കുന്തം കൊണ്ട് യുദ്ധം ചെയ്യുന്നതിനെക്കാട്ടിലും എല്ലില്ലാത്ത നാക്കിട്ട് അവന്റെ നേരെ പളവള അടിക്കുന്നതാ നല്ലതെന്ന് അൽബര പ്രവാചക പ്രൗഢവർദ്ധനാദി. ഇന്ന് പകൽ ദൈവജനം ഒരു കാര്യം തിരിച്ചറിയണം. രഥങ്ങളെക്കാട്ടിലും കുതിരകളെക്കാട്ടിലോ വാളിനെക്കാട്ടിലും വില്ലിനെക്കാട്ടിലോ പിശാചിന്റെ ആയുധം എന്ന് പറയുന്നത് തിന്മയുടെ നിന്ദയുടെ നാവാണ്. ആമേൻ. ഇന്ന് പകൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നാവ് നിന്നെ തളർത്തിയിട്ടുണ്ടെങ്കിൽ അതവന്റെ മോസ്റ്റ് പവർഫുൾ വെപ്പണായി അവൻ കരുതുന്നത് കൊണ്ടാണ് നിനക്കെതിരെ അവൻ നാവ് ചലിപ്പിക്കുന്നത്. എന്നാൽ ഹിസ്കിയ രാജാവ് സങ്കടപ്പെട്ട് ദൈവത്തിന്റെ ആലയത്തിൽ പോയി കരഞ്ഞു ഇറങ്ങുമ്പോൾ ഹിസ്കിയാവ് ഒരു വാക്ക് പറഞ്ഞു, ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ. 19-ാം അധ്യായം 4-ാം വാക്യം. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ഷാക്കയെ അവന്റെ യജമാനനായ അശൂർ രാജാവ് അയച്ച് പറയിക്കുന്ന വാക്കൊക്കെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ട വാക്കിന് പ്രതികാരം ചെയ്യോ. സ്തോത്ര. യെശയ്യാ
രാജാവ് ഹിസ്കിയാവിന്റെ അടുക്കൽ പറയുകയാണ്, അശ്ശൂർ രാജാവ് നിനക്കെതിരെ റബ്ശാക്കയുടെ നാക്കിനെ ഉപയോഗിക്കുമ്പോൾ നീ അധൈര്യപ്പെടരുത്. നിനക്ക് വേണ്ടി സ്വർഗത്തിൽ കാത് തുറന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാല ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കളെ പരിശുദ്ധാത്മാവ് പർട്ടിക്കുലറായി തൊട്ട് പറയുകയാണ്, നിനക്കെതിരായി ഉയർന്നു നിൽക്കുന്ന ചില നാവുകളെ, നിനക്കെതിരായ ചില റബ്ശാക്കയുടെ നാവുകളെ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യോ. ഞാൻ ആ വാക്ക് അങ്ങനെ തന്നെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യോ. ഞാൻ ആവർത്തിക്കുകയാണ്, പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യോ. പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യോ. റബ്ശാക്കയുടെ നാവിൽ നിന്ന് പുറപ്പെട്ടതിനെ ദൈവം കൈകാര്യം ചെയ്യും. ലാർബ പ്രവച പ്രവാലഘടക റൽധുനി ബജാബ പ്രൗഢബർധനാദിയ അർത്ഥകൽബന പ്രവസ്യ റൽധന രഗധര പ്രഭാരിയ അർത്ഥന രഗടകലഘടാദിയ രീഗാ ബാബാ ശലരഹസ്യാദര റൽധന മഹംസവ പ്രവാനിയ. സ്തോത്രം. കണ്ടോ, സ്പിരിച്വാലിറ്റി മുഖാന്തരം നിന്റെ ആത്മീയത നിനക്ക് ചില നിന്ദകളെ കൊണ്ടുവരും. 2, നിന്റെ ശത്രു നിനക്കെതിരെ ഉപയോഗിക്കുന്ന അവൻ്റെ ഏറ്റവും ബലമേറിയ ആയുധമെന്ന് പറയുന്നത് നിനക്കെതിരെയുള്ള പരിഹാസത്തിൻ്റെ വാക്കുകളെ വിടുന്ന അവൻ്റെ നാവായിരിക്കും. നിങ്ങൾ കണ്ടോ, 10-15 അടി ഉയരമുള്ള മനുഷ്യൻ, ഒരു ഭയങ്കര തെങ്ങുപോലെ നിൽക്കുന്ന മനുഷ്യൻ, മൊത്തം താമ്രത്തിൽ പൊതിഞ്ഞ് പരിചക്കാരനെ കൊണ്ട് പിടിപ്പിച്ച് അരയിൽ വാളുകെട്ടി, സ്തോത്രം, കുന്തം ബലമേറിയ കുന്തം പിടിച്ച മനുഷ്യൻ, വേലും കുന്തവും അമ്പും വില്ലും വാളും കയ്യിലുണ്ടായിട്ടും അവൻ ഉപയോഗിച്ചത് എന്താ? നാക്ക്. ആമേൻ. അശ്ശൂർ രാജാവായ സെൻഖരീബിന്റെ അടർക്കളത്തിൽ ആയിരക്കണക്കിന് കുതിരകളുണ്ടായിട്ടും രഥങ്ങളുണ്ടായിട്ടും അവൻ ഇസ്രായേലിന് നേരെ ഉപയോഗിച്ചത് എന്താ? രബ്ശാക്കയുടെ നാക്ക്. ആമേൻ. നിങ്ങളൊരു കാര്യം അറിയണം, രബ്ശാക്കയുടെ നാക്കിൻ്റെ പിമ്പിൽ ഒരു രാഷ്ട്രമുണ്ട്. രബ്ശാക്കയുടെ നാക്കിൻ്റെ പിമ്പിൽ ഒരു രാജാവുണ്ട്. രബ്ശാക്ക ഒരു ദൂതൻ മാത്രമാ, അതിൻ്റെ പിമ്പിൽ ഒരു കിങ്ഡമുണ്ട്, അതിൻ്റെ പിമ്പിൽ ഒരു രാജാവുണ്ട്. ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയണം, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില രബ്ശാക്കയുടെ പിമ്പിൽ ഒരു കിങ്ഡമുണ്ട്, സൈറ്റനിക് കിങ്ഡം, ഒരു രാജാവുണ്ട്, സൈറ്റൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട്, വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകത്തിന്റെ ദുരാത്മസേനകളോടും അത്രേ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അതിനെ വെട്ടിക്കളയട്ടെ. നിന്റെ നിന്ദകളെ കടാക്ഷിക്കുന്ന ദൈവം അബലബവ പ്രവാചകടവ പ്രവാരിയ അർത്ഥന പ്രവാചക പ്രൗഢവർദ്ധനവ പ്രവാസി റാൽഗനാജിയ റാൽഗനാജിയ റാൽഗനാജര പ്രൗഢവർഷവ പ്രൗഢാരിയ. ജീസസ്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. 1, ആത്മീയത വരുത്തുന്ന നിന്ന. 2, ശത്രു ഉയർത്തുന്ന നിന്ന. 3ാമത്തെ നിന്ന എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ സിമ്പിളായിട്ട് പറയും, അല്പന്റെ ഉയർച്ച. അല്പന്റെ ഉയർച്ച. അല്പന്റെ ഉയർച്ച. നമ്മുടെ നാട്ടിലൊക്കെ പറയാം, അല്പൻ ഐശ്വര്യം ലഭിച്ചാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കും. അവൻ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുക മാത്രമല്ല, അവൻ നിന്നെ പരിഹസിക്കുകയും ചെയ്യും. ആമേൻ. അതുകൊണ്ടാ ശലോമോൻ പറഞ്ഞത്, ദാസി യജമാനത്തിയായാൽ വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ നാട്ടുകാർ പൊറുതിമുട്ടുമെന്ന് പറഞ്ഞത്. ആമേൻ. അല്പൻ ഉയർച്ച ലഭിച്ചാൽ അവൻ മറ്റുള്ളവരെ നിന്ദിക്കുവാൻ തുടങ്ങും, അവൻ മറ്റുള്ളവരെ പരിഹസിക്കുവാൻ തുടങ്ങും. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം, അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ഹാഗാറിൻ്റെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ചു. അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നു, താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി തീർന്നു. യജമാനത്തി എങ്ങനെയാ നിന്ദിതയായതെന്നറിയാമോ? ഹാഗാർ ഗർഭവതിയായെന്ന് കണ്ടപ്പോൾ
ഹാഗാർ ഗർഭവതിയായി തീർന്നു. മിസ്രൈമിൽ നിന്ന് കൂലിക്ക് വന്ന് ഊരും പേരും ഇല്ലാത്ത ഒരു പെൺകൊച്ച്, അവളെ കൊണ്ടുവന്ന് അബ്രഹാമിൻ്റെ വീട്ടിൽ അടിമപ്പണിക്ക് നിർത്തി. അടിമപ്പണിക്ക് നിർത്തിയ ഇടത്തു നിന്ന് സാറായിക്ക് അവളോടൊരു ദയ തോന്നി, സാറായിക്ക് അവളോടൊരു കരുണ തോന്നി. സാറ എന്ത് ചെയ്തോ? അവളുടെ ദാസിയാക്കി തീർത്തു. ആമേൻ. അവരുടെ വീട്ടിൽ ഒത്തിരി പണിക്കാരുണ്ട്. പശുവിന് തീറ്റി കൊടുക്കുന്നവരുണ്ട്, ആടിന് മുള്ളു പറിക്കുന്നവർ, പ്ലാവില പറിക്കുന്നവരുണ്ട്, ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്നവരുണ്ട്. ആമേൻ. പണിക്കാർക്ക് വേണ്ടി ആഹാരം കൊടുക്കുന്നവരുണ്ട്. അബ്രഹാമിൻ്റെ വീട്ടിൽ എത്ര കിച്ചൻ കാണും? 318 അഭ്യാസികൾ അവിടെ തന്നെ ജനിച്ചവരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ചെറിയ കോളനിയാണ് അവിടെ. അപ്പോൾ പണിക്കാർക്ക് വേണ്ടി വേറെ ഒരു കിച്ചനുണ്ട്, അബ്രഹാമിന് സാറയ്ക്കും വേണ്ടി വേറെ ഒരു കിച്ചനുണ്ട്. മാത്രമല്ല അബ്രഹാമിൻ്റെ സാറയുടെ തുണിയൊക്കെ മടക്കി വെക്കാൻ, അവരുടെ റൂം സെറ്റ് ചെയ്യാനൊക്കെ വേറെ ചില പണിക്കാരുണ്ട്. അങ്ങനെ സാറയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു ആര്? ഹാഗാർ. അവളവിടെ പശുവിന് പുല്ല് പറിക്കുന്നവളായിരുന്നില്ല. സാറ കരുണ തോന്നി ആ കൊച്ചു പെങ്കൊച്ചിനെ തൻ്റെ കൂടെ പിടിച്ചു നിർത്തി. വേണ്ടുന്നതായ സ്നേഹവാത്സല്യങ്ങളൊക്കെ കൊടുത്തോ. ആ സാറ ഇവളെ ഒത്തിരി അങ്ങ് വിശ്വസിച്ചു, സാറ ഇവളെ ഒത്തിരി അങ്ങ് ഉൾക്കൊണ്ടു. എന്നിട്ട് ആമേ അവക്കൊരു ഉറപ്പുണ്ടായിരുന്നോ? ആമേ ഈ സാറ ഹാഗാറിനെ കണ്ട് സാറ തന്നെ ഹാഗാറിനൊരു വിലയിട്ടോ. ഇവള് പാവപ്പെട്ടോളാ, ഇവൾ എൻ്റെ കൂടെ നിന്നോളൂ, ഞാൻ ഇവളെ ചേർത്ത് എത്തിയ നാളെ ഇവള് കാലുമടക്കി എന്നെ അടിക്കത്തില്ലെന്ന് ഒരു ഭയങ്കര ഉറപ്പായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവത്തെ അല്ലാതെ ഉലകത്തിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനെയോ നീ പൂർണ്ണമായി നമ്പരുത്. ആമേൻ. ഹാഗാർ സാറായെ മടക്കി ചവിട്ടിയെങ്കിൽ ആരും ആരെയും മടക്കി ചവിട്ടാവുന്ന കാലമായത്. സ്തോത്രം. അപ്പൊ ഹാഗാറിനെ കൂടെ നിർത്തി. പക്ഷേ ഹാഗാറിൻ്റെ അടുക്കൽ ഒരു ദിവസം സാറാ ചെന്ന് രഹസ്യമായിട്ട് പറഞ്ഞു, മക്കളെ ഞാനൊരു കാര്യം പറയാം, ഇന്ന് രാത്രി നീ നമ്മുടെ യജമാനൻ്റെ അടുക്ക പോകണം. നിനക്കറിയാമല്ലോ എൻ്റെ ശരീരത്തിന് കുഴപ്പമൊക്കെ ഉണ്ടെന്ന്, എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത. മക്കളെ ഞാൻ നിന്നെ എൻ്റെ മോളെ പോലെ സ്നേഹിക്കുക, എൻ്റെ അനിയത്തിയെ പോലെ സ്നേഹിക്കുക. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഇന്ന് യജമാനൻ നിൻ്റെ അടുക്കൽ വരും, നീ ഗർഭം ധരിക്കും. ആ കുഞ്ഞിനെ എനിക്ക് തരണം കേട്ടോ. ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് വളർത്താം, നീ എൻ്റെ കൂടെ നിൽക്കണം. നാട്ടിൽ ആരും അറിയരുത് ഇത് നിൻ്റേതാണെന്ന്, ഇത് എൻ്റേതുപോലെ ഞാൻ കൊടുത്തോളാം. എനിക്ക് കൊതിയാ മക്കളെ, എല്ലാവരും കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് കൊതിയാ ഹാഗാറെ, എനിക്കൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാൻ. എനിക്കൊരു കുഞ്ഞിനെ ഞാൻ ആരോട് പറയാനാ ഹാഗാർ? എൻ്റെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ ഞങ്ങൾ കുഞ്ഞുനാളിൽ യാത്ര പുറപ്പെട്ട് വന്നതാ. വന്ന വഴി ഞങ്ങളുടെ അപ്പച്ചൻ ഹാരാനിൽ വെച്ച് മരിച്ചു. അതിനുശേഷം അച്ചായന് ദൈവദർശനമൊക്കെ ഉണ്ടായി. മെസ്സപ്പൊട്ടോമിയയിലായിരുന്നെങ്കിൽ എൻ്റെ കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അന്യനാട്ടിൽ എനിക്ക് ആരുമില്ല. ഹാഗാറെ, എനിക്കിന്ന് വിശ്വസിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നീ എനിക്ക് വേണ്ടി അത് ചെയ്യത്തില്ലേ ഹാഗാറെ? ഹാഗാർ സാറയുടെ അടുക്ക് പറഞ്ഞ് ചെയ്യാം ആൻറ്റി, ചെയ്യാം യജമാനത്തി, ചെയ്യാമെന്ന് പറഞ്ഞ് അത് തുടങ്ങി. പക്ഷെ ഗർഭവതിയായി കഴിഞ്ഞപ്പോൾ സാറാ നിന്ദിതയായി തീർന്നു. അല്പൻ്റെ ഉയർച്ചയിൽ ആ സാറാ ഗതികെട്ട് ഭർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയാ, എനിക്ക് ഭയങ്കര അന്യായം കിട്ടി, എനിക്ക് ഭയങ്കര അന്യായം കിട്ടി. അമേൻ. അല്പൻ്റെ ഉയർച്ചയിൽ അമേൻ ജീവിതത്തിൽ നിന്ദകൾ കടന്നു വരും. അർഹിക്കാത്ത നന്മകൾ ചിലർക്ക് ലഭിക്കുമ്പോൾ നിന്ദകൾ കടന്നു വരും. അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ട്. അതിൻ്റെ രണ്ട് തലങ്ങൾ ഞാൻ പറയാം. എൻ്റെ സഹോദരങ്ങളെ, അവർക്ക് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ സാറായുടെ വിവേചനമില്ലായ്മ, സാറായുടെ ഡിസേണിംഗ് ലെസ്നെസ്, അവൾക്ക് ഡിസേണിംഗ് ഇല്ലാതായിപ്പോയി. അമേൻ. ജീവിതത്തിൽ ബന്ധങ്ങൾ കൂടുമ്പോൾ, ജീവിതത്തിൽ ചിലരെ കൂടെ നിർത്തുമ്പോൾ നന്നേ ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ടേ ചിലരുമായി കൈ കൊടുക്കാവൂ. അല്ലെങ്കിൽ അവസാനം നീ നിന്ദിക്കപ്പെടുമെന്നോർത്തുകൊള്ളണം, നീ നിന്ദിക്കപ്പെടുമെന്നോർത്തുകൊള്ളണം. സ്തോത്രം. നാളുകൾ കഴിഞ്ഞു. ഹാഗാറിൻ്റെ നിന്ന കഴിഞ്ഞപ്പോൾ അടുത്തയാൾ നിന്ദിക്കാൻ തുടങ്ങി. ആരാണെന്നറിയാമോ? ഹാഗാറിൻ്റെ മകൻ നിന്ദിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, അനാവശ്യമായ ബന്ധങ്ങളിൽ നമ്മൾ ചെന്ന് ചാടിയാൽ നമ്മൾ മാത്രമല്ല അനുഭവിക്കുന്നത്, നമ്മുടെ തലമുറകളും കൂടെ അവനെ പിന്നെ അനുഭവിക്കണം. സാറ അനുഭവിക്കാൻ തുടങ്ങിയ നിന്ന ഇസഹാക്ക് അനുഭവിച്ചു. ഇന്നിപ്പോൾ അബ്രഹാമിൻ്റെ സന്തതികൾ ഇപ്പോൾ നിന്നെ അനുഭവിക്കുക. ഇസ്മായേലിൻ്റെ കൊച്ചുമക്കളിൽ നിന്ന്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ നന്നേ പ്രാർത്ഥിച്ചേ ചിലരെ കൂടെ കൂട്ടാവൂ. അല്ല എങ്കിൽ നാമും നമ്മുടെ തലമുറകളും അതിനൊത്തിരി വില കൊടുക്കേണ്ടി വരിക. ഇന്ന് പകൽ ഞാൻ ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ ചില മുഖങ്ങളെ ഓർമ്മ വരുന്നുണ്ടല്ലേ?
വരുന്നുണ്ടല്ലേ? ചിലർക്കൊക്കെ ചില സാഹചര്യങ്ങളെ ഓർമ്മ വരുന്നുണ്ടല്ലേ? ആമേൻ. ഇന്ന് പകൽ പ്രാർത്ഥിച്ചതിനെ വെട്ടിക്കളയണ ചില ഹാഗാര്യ ശക്തികൾ അത് പുറത്തു പോകട്ടെ. ചില ഹാഗാര്യ ശക്തികൾ അത് നീങ്ങിപ്പോകട്ടെ. ശാൽതന പ്രവാജിയ റാൽക്കത്തനി ബാർനോ സഗാരിയ ലക്കഠ്യാന റാൽതനി ബർശാന റാൽതനിയ പ്രവാരിയ ജീസസ്. ആമേൻ. എന്നാൽ പുറത്തു വരുമ്പോൾ ഹാഗാർ നിന്ദിച്ചതല്ല ഇപ്പം നാട്ടിൽ പാട്ടായിരിക്കുന്നത്. നാട്ടിൽ പാട്ടായിരിക്കുന്നത് എന്താണെന്നറിയാമോ? സാറാ കാഠിന്യം ചെയ്തെന്ന. ആമേൻ. അകത്ത് നടന്ന നിന്ന പുറത്തു വരുന്നില്ല. പുറത്തറിയുന്നത് മുഴുവൻ എന്താ? സാറാ കാഠിന്യം ചെയ്തു. ഒടുവിൽ നീതിമാനായ ദൈവം സാറയുടെ സങ്കടം കണ്ട് അബ്രഹാമിനോടൊരു വാക്ക് പറഞ്ഞു. സാറാ പറയുന്നതിൽ കാര്യമുണ്ട്. നീ ദാസിയെയും മകനെയും പുറത്താക്കി കളയുവാൻ പറഞ്ഞു. അല്പന്റെ ഉയർച്ച ഭക്തന് നിന്നയെ കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം നീ വിശ്വസിച്ചവർ നിനക്കെതിരെ തിരിഞ്ഞു നിന്ന്, നീ കൈപിടിച്ചുയർത്തിയവർ നിനക്കെതിരെ പെരുവരൽ ഉയർത്തുമ്പോൾ, നീ കൈപിടിച്ചുയർത്തിയവർ നിനക്കെതിരെ കുതികാൽ ഉയർത്തുമ്പോൾ, ഇന്ന് പകൽ സ്വർഗത്തിലേക്കൊന്ന കണ്ണുകൾ ഉയർത്തിയാട്ടെ. ചില നിന്നയുടെ പേരുകളെ, ചില നിന്നയുടെ പോരുകളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വെട്ടിക്കളയുന്ന പകലായി തീരട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വ്യക്തിപരമായ ചില മുഖങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ആ വിഷയങ്ങളെ വെച്ച്, ആ പർട്ടിക്കുലർ സബ്ജക്റ്റിനെ വെച്ച് പ്രാർത്ഥിച്ചേ. ഈ പോയിന്റ് ഞാൻ പറഞ്ഞു പോവുകയല്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന നല്ല നിയോഗത്തിനകത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു നിമിഷം ഈ പറയുന്ന സംഗതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഗതി നിനക്കെതിരെ ഉയർന്നു വരുന്നുവെങ്കിൽ അന്യഭാഷകളിൽ ഒരു നിമിഷം സംസാരിച്ച് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ട് ദൈവിക അധികാരത്തിൽ അതിനെ ശാസിക്കട്ടെ. ശൽബരം പ്രവാചിയം അൽക്കത്തുലബനായിട ബക്കർത്തനാജിയ ശബാലബം പ്രപഞ്ചരം സുർബലഹട്ടല ബക്കത്തൂലക റൽബനക ശാർത്തോനിയ ജീസസ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. ഒരു മനുഷ്യൻ നിന്ദിക്കപ്പെടുന്നത് 1 അവൻ്റെ ആത്മീയതയിൽ, 2 അവൻ്റെ ശത്രുവിൽ നിന്ന്, 3 അവൻ കൈപിടിച്ചുയർത്തിയവർ അവൻ്റെ നേരെ തിരിയുന്ന നിന്ന. 4ാമത്തെ നിന്നയിലേക്ക് ഞാൻ കടന്നു വരാം. 4ാമത്തെ നിന്ന. ഞാൻ അതിനോടനുബന്ധമായി ഒരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ ഒരുപക്ഷെ പൊതുവായി അത് പറയേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എൻ്റെ സഹോദരങ്ങളെ, വിവാഹബന്ധങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചാരിറ്റി നിങ്ങൾ വിവാഹത്തിൽ ചെയ്യരുത്. നിങ്ങൾ ഒരു എളിയ കുഞ്ഞിനെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് നന്മയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ആമേൻ, ഒരിക്കലും എൻ്റെ വിവാഹം ഒരു ചാരിറ്റി ആയിരിക്കട്ടെ എന്ന് നിങ്ങൾ പറയരുത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ ഞാൻ പോയി കയറാം, ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഞാൻ ആളിനെ എടുക്കാം. നിങ്ങളുടെ ജീവിതം കൊണ്ടല്ല നിങ്ങൾ ചാരിറ്റി ചെയ്യേണ്ടത്. ആമേൻ. 2 കാര്യം ഞാൻ പറയട്ടെ. ഇമോഷണലി ഹയർ എൻഡിലും ലോവർ എൻഡിലും ബന്ധങ്ങൾ ചേരരുത് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നോക്കി ബന്ധം ചേരരുത്. സ്തോത്രം. 2 ആമേൻ. അല്ലെങ്കിൽ ഹയർ എൻഡിൽ നിന്ന് എൻ്റെ സ്റ്റാറ്റസിനൊത്തത് വേണമെന്ന് നിങ്ങൾ പറയരുത്. 2 അല്ലെങ്കിൽ നിങ്ങളുടെ മോഹങ്ങൾക്കൊത്തവണ്ണം എനിക്ക് കണ്ടു, ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കാം. നോ. 2 എനിക്കൊരാളോട് അനുകമ്പ തോന്നി, അതുകൊണ്ട് വിവാഹം കഴിക്കാം. ഞാൻ പറയട്ടെ, മോഹം തോന്നിയും വിവാഹം കഴിക്കരുത്, അനുകമ്പ തോന്നിയും വിവാഹം കഴിക്കരുത്. ഈ ലോക ചരിത്രത്തിൽ എവിടെയൊക്കെ മോഹിച്ച് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും പണി കിട്ടിയിട്ടുണ്ട്, അനുകമ്പ തോന്നി വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും പണി കിട്ടിയിട്ടുണ്ട്. ദൈവഹിതത്തിനനുസരിച്ചായിരിക്കണം നിന്റെ കാൽച്ചുവടുകളെ വെക്കേണ്ടത്. ആമേൻ. ചാരിറ്റി ഈസ് ഗോഡ്സ് പർപ്പസ്. പക്ഷേ അത് ദൈവം നിയമിച്ചിരിക്കുന്ന വിവാഹ ജീവിത വ്യവസ്ഥയ്ക്കകത്താകരുത്. ദൈവഹിതത്തിനായിരിക്കട്ടെ മുൻതൂക്കം നൽകുന്നത്. മോഹങ്ങൾ നിന്റെ മനസ്സിനെ ഭരിക്കരുത്. ആമേൻ. ലസ്റ്റോ,
മോഹങ്ങൾ നിന്റെ മനസ്സിനെ ഭരിക്കരുത്. ഇമോഷൻസ്, അനുകമ്പ നിന്റെ മനസ്സിനെ ഭരിക്കരുത്. ഞാൻ ആ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോവുകയാണ്. 4ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരാം. മനുഷ്യൻ നിന്ദിക്കപ്പെടുന്ന 4ാമത്തെ ഭാഗം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം, ഹോരോന്യനായ സെൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശേമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, ഞങ്ങളെ നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യമെന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 4-ാം അധ്യായം 2-ാം വാക്യം അവിടെ പറയുകയാണ്, ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർക്കുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തൻ്റെ സഹോദരന്മാരും ശമര്യ സൈന്യവും കേൾക്ക പറഞ്ഞു. അടുത്തത്, അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്ന് അമ്മോന്യനായ തോബിയാവ്, അവർ എങ്ങനെയൊക്കെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ പരിഹസിക്കുന്നതെന്നറിയാമോ? ഇവരുടെ കൈ പണിയാൻ ഒരു സാധനവും ഇല്ല. ഇനി ഇവർ പണിതാലും കുറുക്കം കയറിയാൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞാൽ ഇവർക്ക് പണിയാൻ അറിയത്തില്ല. ഇവർക്ക് പണിയാനുള്ള പൊട്ടൻഷ്യലും ഇല്ല, ഇവർക്ക് പണിയാനുള്ള ടെക്നിക്കും ഇല്ല, ഇവർക്ക് അറിവും ഇല്ല, ഇവർക്ക് പണവുമില്ല. അവരുടെ ബലഹീനതകളെ നോക്കിയിട്ട് അവരെ പരിഹസിക്കുകയാണ്. അവരുടെ ബലഹീനതകളെ നോക്കി പരിഹസിക്കുകയാ. നീ ഇപ്പം പണിതാലും എന്തോ സംഭവിക്കത്തേ ഉള്ളൂ, അമ്മേ കുറുക്കം കയറി മറിച്ചിടുമെന്ന്. പക്ഷേ ഇത് പണിയാൻ ഇറങ്ങി തിരിച്ച സെരൂബാബേലിനെ നോക്കിയിട്ട് ദൈവം പറയാ, അവൻ്റെ കയ്യിൽ ഒരു തൂക്കുകട്ടയുണ്ട്, നല്ല തോതിന് പിടിച്ചേ അവൻ പണിയത്തുള്ളൂ, അവൻ പണിത വീഴത്തില്ല, എനിക്ക് ഉറപ്പുണ്ട് എന്ന് ദൈവം പറയുകയാണ്. നിന്റെ കഴിവുകേട് നോക്കി പരിഹസിക്കുക. അവൻ മലയാളം മീഡിയം 7-ാം ക്ലാസ്സാന്ന് എനിക്കറിയത്തില്ലയോ? അവൻ ആ മലയെ കിടന്നവൻ എവിടെ വരെ പോകുമെന്ന് എനിക്കറിയത്തില്ലയോ? നിന്റെ ബലഹീനതകളെ നോക്കി, നിന്റെ കഴിവുകേടുകളെ നോക്കി, നിന്റെ ശോഷണങ്ങളെ നോക്കി മനുഷ്യൻ പരിഹസിക്കാം. യെരമ്യാവ് പറയുകയാണ്, എൻ്റെ നിന്ദയെ കടാക്ഷിക്കണമേ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ഒരുപക്ഷെ നിന്റെ ബലഹീനത നിന്റെ സാമ്പത്തികമായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ബലഹീനത നിന്റെ വിദ്യാഭ്യാസക്കുറവായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ബലഹീനത നിന്റെ നാവിൻ്റെയോ ശരീരത്തിൻ്റെയോ ഒരു ബലഹീനതയായിരിക്കാം. മോശ വിക്കനും തടിച്ച നാവുള്ളവനുമായിരുന്നത് പോലെ, യെരമ്യാവ് ഒരു ബാലനായിരുന്നത് പോലെ, ആമോസ് പ്രവാചക പാരമ്പര്യമില്ലാത്ത ഒരുത്തനായിരുന്നത് പോലെ, ദാനിയേൽ പിടിക്കപ്പെട്ട ഒരു പ്രവാസിയായിരുന്നത് പോലെ, ജീവിതത്തിൽ എവിടെയെങ്കിലും ചില ബലഹീനതകൾ നിന്റെ മേളിൽ കണ്ടേക്കാം. ഒരുപക്ഷെ നിന്റെ കാസ്റ്റ് ആയിരിക്കാം, ഒരുപക്ഷെ നിന്റെ ക്രീഡായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ഫിനാൻസ് ആയിരിക്കാം, ഒരുപക്ഷെ നിന്റെ എഡ്യൂക്കേഷൻ ആയിരിക്കാം, ഒരുപക്ഷെ നിന്റെ ഫാമിലി ആയിരിക്കാം. അത് നിന്റെ മേളിൽ കിടക്കുന്ന ഒരു ബലഹീനത. എന്നാൽ സ്വർഗം പറയുകയാണ്, ബലഹീനതയെ ചൂഷണം ചെയ്ത് നിന്നെ മനുഷ്യൻ അപമാനിക്കുമ്പോൾ ആ നിന്ദയെ ഞാൻ കടാക്ഷിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ നിന്ദ സൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെയും നിന്ദ എങ്ങനെയാണ് വെളിപ്പെട്ടതെന്നറിയാമോ? നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ മതിൽ പണിയുന്നുവെന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഇവന്റെ നിന്ദയുടെ കാരണം എന്താണെന്നറിയാമോ? അകത്ത് കിടക്കുന്ന കോപവും രോഷവും, അകത്ത് കിടക്കുന്നതായ കോപവും രോഷവുമാണ് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ചില മോക്കറിയായി, ചില പരിഹാസമായി കടന്നു വരുന്നത്. ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയണം, നിനക്കെതിരെ ഉയരുന്ന ചില പരിഹാസങ്ങളുടെ പിമ്പിൽ അടങ്ങാത്ത പകയും കോപവുമുണ്ട്. ഇന്ന് പകൽ നീ കേൾക്കുന്നത് പരിഹാസത്തിന്റെ വാക്കുകളായിരിക്കോ, പക്ഷെ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ചില പകയുടെ കെട്ടുകളുണ്ട്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഏകാഗ്രപ്പെട്ടാട്ട് ആ നിന്ദയുടെ പിമ്പിലുള്ള പകയെ, ആ നിന്ദയുടെ പിമ്പിലുള്ള കോപത്തെ, ആ നിന്ദയുടെ പിമ്പിലുള്ള രോഷത്തെ ദൈവം ഇന്ന് പകൽ ശാസിക്കട്ടെ. ദൈവം നിന്റെ നിന്ദയെ കടാക്ഷിക്കട്ടെ.
ലാർത്ഥന ജരംധന റാൽക്ക പ്രവാസിയ പ്രവാനിയ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, ആമേൻ, നെഹമ്യാവിനെതിരെ ഇവർ നിന്ദിക്കാൻ തുടങ്ങി. നിന്ന പിന്നീട് അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ എന്താണെന്നറിയാമോ, നിന്നയിൽ ഒതുങ്ങിയില്ല. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. നിന്ദിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളതിനെ വിട്ടുകളയരുത്. നിന്നയുടെ ബലങ്ങളെ ശാസിക്കണം, നിന്നയുടെ ശക്തികളെ നിങ്ങൾ കെട്ടണം, അല്ലെങ്കിൽ അത് അടുത്ത തലത്തിലേക്ക് പോകാം. വേർഡ്സ് ഓഫ് മോക്കറി, പരിഹാസത്തിന്റെ വാക്കുകൾ കൊണ്ട് സെൻബല്ലത്തും തോബിയാവും കയറി വന്നോ. പക്ഷേ അടുത്തത് അവരെന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ഓനോ സമഭൂമിയിൽ ഒരു യോഗം കൂടി, ഒരു ഗൂഢാലോചന നടത്തി നെഹമ്യാവിനെ അവിടെ വിളിച്ചു വരുത്തി കൊല്ലുവാനുള്ള ഗൂഢാലോചനകൾ വരികയാണ്. നിന്ന ഗൂഢാലോചനയായി മാറുകയാണ്. എന്നാൽ നെഹമ്യാവിന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ നെഹമ്യാവ് പണിതെടുത്ത ദൈവാലയത്തിന്റെ അന്തർമന്ദിരത്തിനകത്ത് ഈ തോബിയാവിന്റെ മരുമകൻ ഒരു അറയുണ്ടാക്കി അതിനകത്ത് കയറിക്കൂടാൻ തുടങ്ങുമ്പോൾ നെഹമ്യാവ് കടന്നു ചെന്ന് അവനെ വിളിച്ചിറക്കി വെളിയിൽ ഇറക്കി വിടുമ്പോൾ നെഹമ്യാവ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ എന്നെ ഓർക്കണമേ. ഇന്ന് പകൽ നിനക്കെതിരെ വരുന്ന നിന്ദകളെ, ചില പരിഹാസ ഉദടുകളെ നീ മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ, നിന്നയുടെ വ്യാപാരങ്ങളെ മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ, അത് ഗൂഢാലോചനയുടെ തലത്തിലേക്ക്, അത് വല്ലാത്തൊരു തലത്തിലേക്ക് മൂവ് ചെയ്യുക. ആകയാൽ നിന്നയുടെ പാർപ്പിടത്തിൽ തന്നെ, നിന്നയുടെ ഗോപുരത്തിൽ തന്നെ വെട്ടിക്കളയട്ടെ. ശാപപ്രവാചന അർത്ഥപ്രവചകരഗടകൽ ഗദാരിയ അർത്ഥന പ്രവാരിയ അർത്ഥനോ ജബാരിയ രഗലഗടകര ഖട്ടാരിയ അർത്ഥനോ ജഗപ്രൗഢബാലിയ റിഗല പ്രവാരിയ റിഗജരാരാരാരാരാരാശാർത്ഥാനിയ. എൻ്റെ സഹോദരങ്ങളെ, നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നയെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ 4-ാം വാക്യം വരെയോ നിന്നയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ 7-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നിന്ന മഹാകോപമായി മാറുകയാണ്. ഇനി അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 8-ാം വാക്യത്തിൽ നിന്ന അതിൻ്റെ അടുത്ത തലത്തിലേക്ക് കയറുകയാണ്. വായിക്കാമോ 8-ാം വാക്യം? യെരൂശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെ ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. നിൽക്കട്ടെ, ഇത് തുടങ്ങിയത് എവിടെയാ? നിന്നയ്ക്കകത്ത്, നിന്നയായിട്ട് തുടങ്ങിയതാ. പക്ഷെ ഇപ്പൊ ഇതെന്തായി? നേർക്കുനേർ വന്ന് യുദ്ധം ചെയ്യാൻ, കലക്കം ഉണ്ടാക്കാൻ ചില അണ്ടർഗ്രൗണ്ട് കൂട്ടുകെട്ടുകളായി. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു. രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുത്തി. ഞാൻ ഇന്ന് ദൈവസഭയുടെ അടുക്കൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തമായ പ്രേരണയിൽ പറയുകയാണ്, ചില നിന്ദകളെ, ചില പരിഹാസികളെ പോട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ വിട്ടാൽ ഇത് നാളെ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന പ്രശ്നമായി മാറ്റപ്പെടാം. രാവും പകലും നിങ്ങൾ ഉണർന്നിരിക്കേണ്ടി വരും. ചില കൂട്ടുകെട്ടുകളായി അത് മാറ്റപ്പെടാം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ 6-ാമത്തെ പകലിൽ സഭ ഒരുമിച്ചത് നാളെ നീ ഉറങ്ങാതിരിക്കാനല്ല, നാളെ നീ നിർഭയം സമാധാനത്തോടെ കിടന്നുറങ്ങാനാ. ഒരു നിമിഷം കരമടിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് കയറി വരട്ടെ. ചില നിന്നയുടെ പോർമണ്ഡലങ്ങൾ ഇതിനകത്ത് ശാസിക്കപ്പെടട്ടെ. Shalara mahasiara dana jana deradia rubala gadara ragara bara harabara bara raba baba 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 raba baba baba raba la bara
എന്റെ സഹോദരങ്ങളെ, അകത്ത് കിടക്കുന്ന കോപവും രോഷവും ആദ്യം പുറത്തു വന്നത് എങ്ങനെയാണെന്നറിയാവോ? നിന്നയായിട്ട്, പരിഹാസമായിട്ട്. ആമേൻ. ഇവന് കാശുണ്ടോ? ഇവന് കഴിവുണ്ടോ? ദുർബലന്മാരായ യഹൂദന്മാർ ഇവരെന്തോ ചെയ്യുന്നു? ഇവന്മാരൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്താലും എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീഴും. നമ്മളിതൊക്കെ എത്ര കണ്ടേക്കുന്നതാ. ആമേൻ. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇത് കൂട്ടുകെട്ടായി. എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ, അതിൻ്റെ 11-ാം വാക്യം. ഇപ്പം പരിഹാസം വേറെ ഒരു മോഡിലെത്തി. വായിച്ചട്ടെ 11-ാം വാക്യം. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന്. നിൽക്കട്ടെ. പരിഹസിച്ചത് ആദ്യം എവിടെ നിന്നാ? പരിഹസിച്ചത് ആദ്യം ആമേൻ, അതുകൊണ്ട് അവന്മാർ പണിയുന്നെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് പരിഹസിച്ചിട്ട് ഏറ്റില്ലെന്ന് കണ്ടപ്പോൾ ഇപ്പം എന്തോ ചെയ്യുക? ഇടയിൽ കയറി വരികയാ. നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നത് വരെ അവരൊന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. സ്തോത്രം. നിൽക്കട്ടെ. ഇവനെ മുടിച്ചു കഴിഞ്ഞിട്ടേ പുറവറിയാവും. അതിനകം ഗൂഢമായ ആലോചനകൾ. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത്, അടുത്ത ഭാഗത്തിലേക്കൊക്കെ വരുമ്പോൾ ദൈവം അതിൻ്റെ 15-ാം വാക്യത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയെന്നും ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം നിന്നെ പരിഹസിക്കാൻ നിൽക്കുന്നവർ ചില ദൈവപ്രവർത്തികളെ കുറിച്ച് കേൾക്കും. നിന്നെ നിന്ദിക്കാൻ നിൽക്കുന്നവർ ചില ദൈവപ്രവർത്തികളെ കുറിച്ച് കേൾക്കും. നിന്നയെ ദൈവം കടാക്ഷിക്കും. സ്തോത്രം. ഞാനൊരു 2-3 ഭാഗം കൂടെ പറഞ്ഞ് വേഗത്തിൽ കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് ഞാൻ അടുത്ത തലത്തിലേക്ക് കയറുകയാണ്. ഞാനതിൻ്റെ 4 ഭാഗങ്ങൾ പറഞ്ഞു. ആത്മീയത മുഖാന്തരം ഉയരുന്ന നിന്ന, 2 ശത്രു യുദ്ധത്തിനായി ഉയർത്തുന്ന നിന്ന, 3 അല്പൻ്റെ ഉയർച്ച, വിശ്വസിക്കുന്നവരിൽ നിന്ന് നേരിടുന്ന, നിങ്ങൾ കൂടെ കൂട്ടിയവരിൽ നിന്ന് നേരുന്ന അവിശ്വസ്തതയുടെ നിന്ന, 4 നിങ്ങളുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യുന്ന മഹാകോപവും രോഷവും കൊണ്ട് നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന നിന്ന, അത് ഗൂഢാലോചനയും കൂട്ടുകെട്ടുമായി ഉയരുന്ന അളവിലുള്ള നിന്ന. അടുത്ത ഭാഗം 5-ാമത്തേതിലേക്ക് കടന്നു വരാം. 5-ാമത്തെ നിന്നയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുമ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-ാം അധ്യായം 23-ാം വാക്യം. പിന്നെ അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു. എവിടെ നിന്ന്? യെരിഹോവിൽ നിന്ന് പുറപ്പെട്ട് ബഥേലിലേക്ക് പോയി. അടുത്ത ഭാഗം. അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ച് അവനോട് മൊട്ടത്തലയാ കയറിവ, മൊട്ടത്തലയാ കയറിവ എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, മലയാളത്തിൽ ഇത് ഭയങ്കര ഒരു ഭാഷാന്തര പെശകാണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് മൊട്ടത്തലയ കയറിവ എന്നാണ്. പക്ഷേ നിങ്ങൾ ഏത് വേറെ പരിഭാഷയിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, മൂലഭാഷയിലേക്ക് ചെന്നാലും അവിടെ പറയുന്നത് ഗോ അപ്പ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൊട്ടത്തലയ കയറിപ്പോ
എന്ന് പറഞ്ഞ് എലീശയെ എന്ത് ചെയ്യുകയാണ്? ആട്ടിക്കളയുകയാണ്. കയറി വാ മോനെ, കയറി വാ മോനെ എന്നല്ല പറയുന്നത്, കയറിപ്പോ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എലീശ പിന്നോക്കം തിരിഞ്ഞ്, കാരണം ഇവരെ മറികടന്ന് എലീശ മുമ്പോട്ട് പോയിട്ട്, ആമേൻ, പോടാ 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 എന്ന് പറഞ്ഞിടത്തു നിന്ന് എലീശ മുമ്പോട്ട് പോയിട്ട് അവരെ തിരിഞ്ഞു നോക്കി യഹോവ നാമത്തിൽ ശപിച്ചു. നമ്മൾ ഈ ഭാഗത്തെ ചിന്തിച്ചാൽ വളരെ ബാലിശമായ ഒരു മനുഷ്യനായിട്ടാണ് എലീശയെ തോന്നുന്നത്. അവിടെ പറയുന്നത് കുറെ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നുവെന്ന. കുറെ പിള്ളേർ ഒരു കഷണ്ടിത്തലേനെ കണ്ടപ്പോൾ മൊട്ടത്തലയാന്ന് വിളിച്ചു. ഉടനെ ഈ മനുഷ്യൻ പ്രാഗി കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ വന്ന് ഇതുങ്ങളെല്ലാം പിടിച്ചു തിന്നു. ഇങ്ങനെയൊക്കെയാണോ ഒരു പ്രവാചകൻ? ഈ പ്രവാചകന്മാരായ കുറച്ച് ക്ഷമയും മനസ്സലിവുമൊക്കെ വേണ്ടേ? നമ്മൾ പൊതുവായി ഈ ഭാഗം വായിച്ചു പോകുമ്പോൾ നമ്മൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്നാൽ ഈ പരിഹാസത്തിൻ്റെ ഇൻറ്റൻസിറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഒന്നാമതായി ഈ ഭാഗം വരുമ്പോൾ ഇവിടെ ഈ ബാലന്മാരെന്ന് പറയുന്നത്, ഈ ലാഡ് അല്ലെങ്കിൽ ഒരു ബാലന്മാരെന്ന് പറയുന്നത് ഇവർ നേരെ കുട്ടിപ്പിള്ളാരൊന്നുമല്ല. പകരം ഈ ഇസഹാക്കിൻ്റെ വിവാഹപ്രായമൊക്കെ അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ബാലന്മാരെന്നാണ് പറയുന്നത്. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകുമ്പോഴും അബ്രഹാം പറയുന്നത് ഞാനും ബാലനും അവിടത്തോളം പോയി വരട്ടെ. നമ്മൾ കേൾക്കുമ്പോൾ ഒരു 5 വയസ്സുകാരനെ കൊണ്ട് പോകുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. അല്ല, വിവാഹപ്രായം കഴിയുന്നിടം വരെയും അക്കാലത്ത് ബാലന്മാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഞാൻ ആ ഭാഗത്തു നിന്ന് പോവുകയാണ്. ആകയാൽ ഇവർ തീരെ ബാലന്മാരല്ല, ഇവർ യൗവനക്കാരാണ്. ഇവിടെ ഒന്നാമത്തെ ഭാഗം എലീശയുടെ മൊട്ടത്തല. എലീശയുടെ മൊട്ടത്തല ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും എലീശ ഒരു കഷണ്ടിത്തലയനായിരിക്കാം. എന്നാൽ അതിനെക്കാട്ടിലുപരി ഏലിയാവ് മരിച്ചുപോയതിൻ്റെ ദുഃഖത്തിൽ, ഏലിയാവ് മരിച്ചുപോയതിൻ്റെ സങ്കടത്തിൽ എലീശ ഒരു പക്ഷേ തല മുണ്ടനം ചെയ്ത്, തല ക്ഷൗരം ചെയ്ത് താൻ ദുഃഖിതനായി നടക്കുകയായിരിക്കുക. ആകയാൽ ഈ മന്ത്രവാദി ചെറുക്കന്മാർ, ഈ പറയുന്ന ബഥേലിലെ ബാലന്മാരെന്ന് പറയുന്നത് വേറെ മന്ത്രവാദിയുടെ ശിഷ്യന്മാരാണ്. അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ഈ മന്ത്രവാദി ചെറുക്കന്മാർ ഇപ്പൊ ഈ എലീശയെ കളിയാക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ സങ്കടം മൊട്ടത്തലയാ, നിനക്ക് ഭയങ്കര സങ്കടം വന്നല്ലോ, നിന്റെ സന്തോഷമെല്ലാം പോയല്ലോ, നീ ഭയങ്കര ദുഃഖത്തിലായല്ലോ. അവന്റെ ദുഃഖത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ആമേൻ, അവനെ പരിഹസിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകൾ കടന്നു വരുമ്പോൾ ആ തകർച്ചകളെ നോക്കി പരിഹസിക്കുക. എലീശയെ വിളിക്കുകയാണ് മൊട്ടത്തലയാ. എന്താ എലീശ മൊട്ടത്തലയായി പോയത്? എലീശ പറയാ, എൻ്റെ യജമാനൻ മരിച്ച സങ്കടത്തിലാണ് ഞാൻ തല ക്ഷൗരം ചെയ്തതെന്ന്. ആമേൻ. ഞാൻ എന്നാൽ അതിനകത്തല്ല നിൽക്കുന്നത്. അതിനപ്പുറമായി നമ്മൾ ഒരു ഭാഗത്തിലേക്ക് കടന്നു ചെന്നാൽ എലീശയെ മൊട്ടത്തലയ എന്ന് വിളിക്കുമ്പോൾ അതിനകത്തൊരു വലിയ മർമ്മമുണ്ട്. അതിനായി നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരണം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 1-ാം അധ്യായം. അവിടെയും ഒരു വലിയ ഭാഷാന്തര പെശക് നമുക്കിവിടെ കാണുവാൻ കഴിയാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാർ കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ തിശ്ബ്യനായ ഏലിയാവ് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ രോമവസ്ത്രം എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വായിച്ച് കേൾപ്പിക്കാം. ആൻഡ് ദേ ആൻസ്വേർഡ് ഹിം, ഹി വാസ് ആൻ hairy man. അവൻ ആരായിരുന്നു? ഒരു ഹെയറി മാൻ. അവൻ്റെ ശരീരം മുഴുവനും എന്തുണ്ടായിരുന്നോ? ഒത്തിരി രോമമുണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ യജമാനൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ തലയാണ്. അപ്പോൾ ഈ മന്ത്രവാദികളുടെ ചെറുക്കന്മാർക്കറിയാം ഈ എലീശയുടെ യജമാനൻ ആരായിരുന്നു? നല്ല മുടിയുള്ള, നല്ല രോമമുള്ള ഒരു യജമാനനായിരുന്നു. ശരീരം മുഴുവനും ഇങ്ങനെ രോമങ്ങൾ കിടക്കുകയാണ്. അപ്പം രോമമുള്ള യജമാനൻ പോയി എന്ന് പറഞ്ഞാൽ
തല പോയി, നിന്റെ തലയിലെ മുടി പോയി, നീ മൊട്ടത്തലയനായി എന്നാണ് ഈ എലീശയെ വിളിച്ചു പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിന്റെ യജമാനൻ പോയി, നിന്റെ ശക്തി പോയി, ഏലിയാവ് പോയി. നാളുകൾക്ക് മുമ്പേ ബാലിന്റെ പ്രവാചകന്മാരെ, ഞങ്ങളുടെ പ്രവാചകന്മാരെ കർമ്മേലിന്റെ കൊടുമുടിയിൽ വെട്ടിക്കളഞ്ഞ എലിയാവ് ചത്തുപോയി. ഏലിയാവിനി ഇല്ല. എലീശേ, നീ ഇത്ര നാള് കൂടെ നടന്ന നിന്റെ തലയില്ലേ, നിന്റെ തലമുടിയില്ലേ, നിന്റെ തല പോയടാ. ആ ഹെയറി മാൻ, ആ മുടിയുള്ള മനുഷ്യൻ, ആ രോമവസ്ത്രം പോലെ ആ രോമം വസ്ത്രമായി ഉടുത്തിരുന്ന ആ രോമത്തിന്റെ മനുഷ്യൻ പോയടാ. ആ മുടി പോയടാ. ഇനി നിന്റെ മേൽ മുടിയില്ല, നീ മൊട്ടത്തലയനായി. നിന്നെ ഇനി ഇങ്ങോട്ട് കേറ്റത്തില്ല, ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് ആക്രമിക്കുകയാണ്, പരിഹസിക്കുകയാണ്. ആമേൻ, പരിഹസിക്കുകയാ. ആമേൻ. എലീശയുടെ അടുക്കൽ പറയാ, കുറെ രോമമുള്ള ഒരു യജമാനൻ നിനക്കുണ്ടായിരുന്നല്ലോ, കുറെ മുടിയുള്ള യജമാനൻ ഉണ്ടായിരുന്നല്ലോ, ആ യജമാനൻ പോയി. ഇനി നിന്റെ പവർ എവിടാ? ഇനി ഞങ്ങളുടെ കാലമാണെന്ന് എലീശ തിരികെ നിന്ന് ശപിച്ചോ. ഇറങ്ങി വന്നത് ആരാണെന്നറിയാമോ? മനുഷ്യനൊന്നുമല്ല, മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും രോമമുള്ള മൃഗം. ആമേ, മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും രോമമുള്ള മൃഗം ഏതാണ്? കരടി. കമ്പിളിപ്പുതപ്പ് പോലിരിക്കും അവന്റെ ശരീരം. ആമേ, എലീശ പറഞ്ഞു, എടാ, രോമമുള്ള എന്റെ ഏലിയ പ്രവാചകൻ പോയതിന് നീ ചിരിച്ചല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞാൽ ഒരു രോമമുള്ള ഏലിയാവിന് പകരം, ആമേ, രോമം കൊണ്ട് കമ്പിളിപ്പുതപ്പ് പോലെ രോമം ധരിച്ച 2 കരടികൾ ഇറങ്ങി വരും. നീ എന്താ പറഞ്ഞത്? ഏലിയാവ് മരിച്ചപ്പോ എന്റെ കൃപ പോയെന്നോ? ഏലിയാവ് മരിച്ചപ്പോ എന്റെ അഭിഷേകം പോയെന്നോ? എന്റെ തല മൊട്ടയാണെങ്കിൽ ഇതാ കമ്പിളി പോലെ രോമമുള്ള കരടിയെ ഞാൻ നിനക്കെതിരെ അയക്കുന്നു. രോമമുള്ള ഏലിയാവ് പോയി. The hairy man went. മുടിയുള്ള നല്ല രോമങ്ങളുള്ള ഏലിയാവ് പോയി. ഏലിയാവിന് മാനുഷിക രോമമായിരുന്നു. പക്ഷെ ഏലിയാവ് പോയപ്പോൾ അടുത്തത് വെളിപ്പെട്ടത് എന്താണെന്നറിയാവോ? എലീശയ്ക്ക് വേണ്ടി 2 പെൺകരടികൾ. നിനക്ക് മൊട്ടത്തലയാ കളിയാക്കേണ്ടതല്ലേ? എന്നാ ഇന്നാ പിടിച്ചോ, നിനക്ക് രോമം ഉള്ളതല്ലേ കാണേണ്ടിയത്? എന്നാ കമ്പിളിപ്പുതപ്പ് പോലെ കരടി ഇറങ്ങി വരിക 2 എണ്ണം. കണ്ടോ? അതിൻ്റെ വേറെ ഏതെല്ലാം മൃഗത്തെ ഇറക്കി വിടാമായിരുന്നു? മൊട്ടത്തലയാ എന്ന് പറഞ്ഞാൽ നിന്റെ തല പോയടാ. അമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ജനമേ, അമേൻ, നിന്റെ ചില ആശ്രയങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന്, നിന്റെ ഏലിയാവിനി ഉണ്ടാകത്തില്ലെന്ന്, അമേ, ആ രോമമുള്ള മനുഷ്യൻ പോയി, ഈ നിന്റെ രോമം പോയി, നിന്റെ മുടി പോയി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ, അടുത്തത് യഹൂദ്യയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, യഹൂദൻ്റെ ഏറ്റവും ശക്തവത്തായ ഒരു സംഗതി എന്ന് പറയുന്നത് താടിയും മുടിയുമായിരുന്നു. അതുകൊണ്ടാണ് അഹരോൻ നീണ്ട താടിയിലേക്ക് ഒരു പുരോഹിതനെ സംബന്ധിച്ച്, അമേൻ, അഹരോന്യ പുരോഹിതനെ സംബന്ധിച്ച് തലയും താടിയും ഇങ്ങനെ നീണ്ടു കിടക്കുമായിരുന്നു. നാസിർ വ്രതസ്ഥനെ സംബന്ധിച്ച് അവന്റെ മുടി കത്രിക്കത്തില്ലായിരുന്നു. അപ്പോൾ യഹൂദന്റെ മുടി, യഹൂദന്റെ രോമം എന്ന് പറയുന്നത് അവന്റെ ഒരു അധികാരത്തിന്റെ, അഭിഷേകത്തിന്റെ അടയാളമായിരുന്നു. അപ്പോൾ നീ മൊട്ടത്തലയനാണെന്ന് പറയുന്നതിന്റെ അർത്ഥം ഏലിയാവ് പോയതോടുകൂടി നിന്റെ എല്ലാ പവറും പോയടാ, നിന്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പരിഹസിക്കുക. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ചില ദുരാത്മ ശക്തികൾ, ചില പൈശാചിക ശക്തികൾ, നിന്റെ പവർ പോയി, നിന്റെ ശുശ്രൂഷ തീർന്നോ, നിന്റെ കാലം കഴിഞ്ഞോ, നിന്റെ ജീവിതം തീർന്നോ, നീ ഇനി പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ് ജീവിതത്തിൽ പരിഹസിക്കുമ്പോൾ, ചില നഷ്ടങ്ങളുടെ നടുവ്, ചില പോരായ്മകളുടെ നടുവ് നീ ഇനി പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ പരിഹസിക്കുമ്പോൾ, അതിന് പകരം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവം ഉത്തരവിട്ട് രോമമുള്ള മനുഷ്യന് പകരം
കരടികളെ പറഞ്ഞു വിടുന്ന ദൈവം. ഞാൻ ആവർത്തിക്കട്ടെ, രോമമുള്ള മനുഷ്യന് പകരം ഇപ്പം ദൈവം ആരെയാ പറഞ്ഞു വിടുന്നത്? കരടികളെ. ആമേൻ. മനുഷ്യൻ്റെ രോമം എത്ര വളർന്നാല് കരടിയുടെ രോമത്തിൻ്റെ പകുതിയെങ്കിലും ആകുമോ? ഇല്ല. ഇന്ന് പകൽ നിന്ദകളെ ജയിക്കുന്ന ഒരു അഭിഷേക പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പകരുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യൻ പരിഹസിക്കപ്പെടുന്ന മറ്റൊരു വിഷയത്തെ ഞാൻ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കുക. ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യം. ഇയ്യോബ് പറയുക, എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ആമേൻ ഇയ്യോബ് പറയാ, ഞാൻ ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ, പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ എന്നെ കളിയാക്കാം. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 3-ാം വാക്യം. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ പരിഹസിച്ചു, നിന്ദിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, 22-ാം സങ്കീർത്തനം 7-ാം വാക്യം. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. എന്താ കാരണം? ജീവിതത്തിൻ്റെ കഷ്ടതകളിലാണ് പരിഹസിക്കപ്പെടുന്നത്. ഇന്ന് പകൽ നിന്റെ നിന്നയെ കടാക്ഷിക്കുന്ന ഒരു ദൈവത്തിങ്കിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോവുകയാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചിരുന്നു, ഏതാണ്ട് 6 നിന്ദകളെ പറഞ്ഞു. 7ാമത്തെ നിന്നയിലേക്ക് നാം കടന്നു വന്ന് ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ച് ദൈവജനത്തിനെതിരെ നിൽക്കുന്ന ചില നിന്നയുടെ ശക്തികളെ വെട്ടിക്കളയാൻ പോവുകയാണ്. അപ്പൊ പ്രവാചക പ്രൗഢഭർത്തനാജിയാതര. ആമേൻ. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായി സുവിശേഷം 9-ാം അധ്യായം, യേശു കർത്താവ് യായിറോസിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. യായിറോസിന്റെ വീട്ടിലേക്ക് യേശു കർത്താവ് കടന്നു ചെല്ലുമ്പോൾ ബാല മരിച്ചുവെന്ന് എല്ലാവരും പറയുകയാണ്. യേശു പക്ഷേ അകത്തു കയറിയിട്ട് പറഞ്ഞു, ബാല മരിച്ചില്ല, ബാല മരിച്ചില്ല. ജീസസ് ഈസ് ഡിക്ലയറിംഗ് ഹിസ് ഫെയ്ത്ത്. യേശു കർത്താവ് തൻ്റെ വിശ്വാസത്തെ അവിടെ പ്രഖ്യാപിക്കുകയാണ്. ബാല മരിച്ചിട്ടില്ലെന്ന്. പക്ഷേ കേട്ടവർ മുഴുവനും എന്തോ ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. മത്തായി 9:24. മാറിപ്പോകുവേൻ, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നത് എത്ര എന്ന് പറഞ്ഞു. അടുത്ത ഭാഗം, അവരോ അവനെ പരിഹസിച്ചോ. യേശു കർത്താവിൻ്റെ വിശ്വാസത്തെ പരിഹസിച്ചോ. ഇന്ന് പകൽക്കാല നിന്റെ വിശ്വാസത്തെ പരിഹസിക്കോ. നീ പറയുക, എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടാ. കേൾക്കുന്നവർ പരിഹസിക്കുക. നീ പറയാ, ഞാൻ വീട് വെക്കോ. കേൾക്കുന്നവർ പരിഹസിക്കുക. നീ പറയുക, എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകാം. പക്ഷെ കേൾക്കുന്നവർ പരിഹസിക്കുക. നീ പറയുക, ഞാൻ ഒരു നല്ല പ്രാസംഗികനാകാം. കേൾക്കുന്നവർക്ക് കേട്ടിട്ട് ചിരിയ. നീ പറയാ, ഞാനൊരു പ്രവാചകനാകാം. കേൾക്കുന്നവർക്ക് ചിരിയ. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുക. കേൾക്കുന്നവർക്ക് ചിരിയ. ഈ ദുർബലന്മാരായ യഹൂദന്മാരെന്തോ ചെയ്യാൻ പോകുന്നു? നിന്റെ വിശ്വാസത്തിന്റെ വാക്കുകളുടെ മുൻപാകെ നീ പരിഹസിക്കപ്പെടുകയാ. എന്നാൽ ഇന്ന് പകൽക്കാല ബാല മരിച്ചില്ല എന്ന് പറയുമ്പോൾ പരിഹസിച്ച ജനത്തിന്റെ നടുവിൽ യേശു കർത്താവ് അകത്തേക്ക് കയറി ബാലയുടെ കൈ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് അവളുടെ അപ്പനും അമ്മയ്ക്കും തിരികെ കൊടുത്തപ്പോൾ പരിഹസിച്ചവരുടെ വായടച്ചോ. നിന്റെ വിശ്വാസം നിന്റെ പരിഹാസത്തെ തോൽപ്പിക്കോ. ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ വിശ്വാസത്തിന്റെ മുൻപാകെ നിനക്കെതിരായ പരിഹാസികൾ വായടയ്ക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു? My faith shall subdue the humiliation. My faith shall move out my while. എൻ്റെ നിന്നയെ എൻ്റെ വിശ്വാസം കീഴ്പ്പെടുത്തോ. വിശ്വസിക്കുന്നവർ മാത്രം അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ. അൽബ പ്രവാചിയ പ്രവാരഘട്ടനാദിയ പുസ്തകങ്ങളെ മടക്കിയാട്ടെ. അത് ഇരിപ്പിടങ്ങളിൽ വെച്ച് കഴിവുള്ളവർ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. 1 മിനിറ്റ് അടുത്ത് നിൽക്കുന്നവർക്ക് കരങ്ങൾ കൊടുത്ത് കരങ്ങളോട് കരങ്ങൾ കോർത്ത് 1 നിമിഷം അധരം തുറന്ന് ശക്തിയായി പ്രാർത്ഥിച്ചാട്ടെ. ദൈവജനത്തിനെതിരെ നിന്നയുടെ പോരുകൾ, നിന്റെ വിശ്വാസത്തിനെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ ആത്മീയതയ്ക്കെതിരെ, വിശ്വാസത്തിനെതിരെ, നിന്റെ ബലഹീനതകളെ ചൂണ്ടിക്കാട്ടി പരിഹാസത്തിന്റെ വാക്കുകൾ നിനക്കെതിരെ വലിച്ചെറിയുമ്പോൾ ഇന്ന് പകൽ സ്വർഗം നിന്നോട് പറയുകയാണ്, നിന്റെ
നിന്റെ വിശ്വാസം നിന്റെ നിന്നയെ ശാസിക്കുക, നിന്റെ അഭിഷേകം നിന്റെ നിന്നയെ ശാസിക്കുക. ഇതാ ദൈവം നിന്റെ നിന്നയെ കടാക്ഷിക്കാൻ പോവുകയാണ്. The Lord shall consider your while. The Lord shall consider your humiliation. ഈ ഉപവാസ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് നിന്റെ മുഖത്തു നിന്ന് നിന്നയെ മാറ്റുവാൻ പോവുകയാണ്. ആൽബ പ്രവാചക പ്രൗഢഭാരി, നീ അഭിഷേകം കൊണ്ട് നിന്ദിക്കപ്പെട്ടവനാണെങ്കിൽ നീ അഭിഷേകം കൊണ്ട് മാനിക്കപ്പെടുക. പ്രവാചക പ്രവാശിയ ഇൽത്തോനിയ പ്രവശ കർത്താനിയ അതരം തുറന്ന അന്യഭാഷകളിൽ തന്നെ സംസാരിച്ചാട്ട് പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്ന സമയമായത്. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്ന സമയമായത്.